അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ അജ്മീർ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ വലിയായ അജ്മീർ ഷെയ്ഖ് ഖ്വാജ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീർ തങ്ങളെ കാണാൻ ഒറ്റക്ക് പോയപ്പോൾ ഉണ്ടായ എൻ്റെ അനുഭവങ്ങളാണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്. അജ്മീർ ഷെരീഫിൽ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ഓട്ടോക്കാർ വരും. അവർ 1 കിലോമീറ്ററിൻ്റെ അടുത്തേ നമുക്ക് പോകാനുള്ളൂ എങ്കിലും നമ്മുടെ 100 രൂപയോളം വാങ്ങും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ റാപ്പിഡോയോ അല്ലെങ്കിൽ ഊബറോ അങ്ങനത്തെ ഉള്ള ഏതെങ്കിലുമൊക്കെ ഒരു സൈറ്റ് വഴി കയറിക്കഴിഞ്ഞാൽ കറക്റ്റ് അജ്മീറിൻ്റെ മുമ്പിൽ എത്തിച്ചേരും. ചിലപ്പോൾ 50 രൂപയൊക്കെ വരുള്ളൂ. അത് ഫസ്റ്റത്തെ ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് എത്തുകയും ചെയ്യും, സേഫും ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അജ്മീറിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട് അജ്മീർ ഷെരീഫിൻ്റെ അങ്ങോട്ട്. പക്ഷെ നടക്കുമ്പോൾ തന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പേര് നമ്മുടെ കൂടെ കൂടും. എന്തെങ്കിലും തരാൻ പറഞ്ഞ് ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും പൈസ കൊടുത്താൽ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്തേക്ക് പിന്നെ തരുന്ന ആളാണെന്ന് വിചാരിച്ച് വരാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വന്ന് നമ്മുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ആൾക്കൊരു 10 രൂപ കൊടുക്കാം. പിന്നെ നമ്മൾ അതിൽ നിന്നും പതിയെ മാറാനായിട്ട് അവിടുത്തെ ആളെന്നുള്ള രീതിയിൽ ഒരു നല്ലൊരു തൊപ്പി, ഒരു ബ്ലാക്ക് കളറോ അങ്ങനത്തെ ഒരു തൊപ്പി വെച്ചിട്ട് നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആളുകൾ പരമാവധി നമ്മുടെ അടുത്തേക്ക് ഇതിരിക്കാനുള്ള കാര്യം നമുക്ക് നോക്കാൻ പറ്റും. ഇവിടുത്തെ റെൻറ്റുകൾ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്, ഹോട്ടലുകളൊക്കെ നല്ല പൈസയാണ്. അപ്പോൾ നിങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ തങ്ങന്മാരായിട്ടുള്ള ആളുകളുണ്ടാവും. അവരോട് നിങ്ങൾക്ക് സൗഹൃദം പുലർത്തി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഹമ്മാദ് തങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തങ്ങളൊക്കെ ഉണ്ടാവും. അവരോട് സൗഹൃദം പുലർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അവർ അഭയം നൽകും. നമ്മൾ എന്തെങ്കിലും അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും നിങ്ങൾക്ക് 1-2 ദിവസത്തിലേക്കൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ. അങ്ങനെയും നിങ്ങൾക്ക് സേവിങ്സ് ചെയ്യാം. പിന്നെ അവർക്കൊരു ഹദിയ പോലെ നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം പൈസ. മെയിനായിട്ട് എനിക്ക് അവിടെ ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഞാൻ പോയപ്പോൾ തന്നെ ഒരാൾ എൻ്റെ കൂടെ കൂടിയിട്ട് എൻ്റെ ബാഗ് എടുക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടായി. അപ്പം നമുക്ക് അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്, അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്മീർ ഷെരീഫിൻ്റെ ഉള്ളിലേക്ക് ബാഗോ ചെരുപ്പോ ഒന്നും കയറ്റില്ല. നമ്മൾ പുറത്ത് എടുത്ത് വെക്കണം. ഒന്നല്ലേ ഹോട്ടലിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ വെച്ചിട്ടാണ് നമ്മൾ വരാനായിട്ട്. അങ്ങനെ വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇവിടെ വെച്ചോ, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇത് മേടിക്കാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ വെച്ച് പോകരുത്, അവരത് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നിങ്ങൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫോൺ വിളിച്ച് എന്നപോലെ ഒന്ന് കാണിച്ചാൽ മതി, അവർ പൊക്കോളും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അജ്മീർ ഷെരീഫ് എന്ന് പറയുന്നത്. കാരണം അജ്മീർ ഷെരീഫിലേക്ക് എത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും. അത് നല്ലൊരു വൈബ്രേഷനാണ്. പിന്നെ അതുകൂടാതെ തന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് തങ്ങന്മാരെ കാണാൻ പറ്റും. അവർക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹദിയ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ അവിടെ 3 ടൈപ്പിലുള്ള ഒരു കാര്യമാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഒന്നാമത്തത് ഒരു ബുക്കുണ്ട്. അതിൽ നമ്മൾ നേർച്ച അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പേര് എഴുതി ചേർക്കുന്ന ഒരു ബുക്ക് പോലെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ പേര് എഴുതി ചേർത്താൽ ആ പേര് എത്ര നാളുണ്ടോ അത്ര നാളും അവരുടെ ദുആ നമുക്കുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ പേര് ചേർക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നുള്ളത് അജ്മീർ ഷെരീഫിൻ്റെ സൈഡിലൊക്കെ തങ്ങന്മാരാണ്. അവർക്ക് എന്തെങ്കിലും ഹദിയ ചെയ്താൽ അള്ളാഹുവിൻ്റെ മഹത്തായൊരു കാവൽ നമുക്കുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ഹൈർ നൽകട്ടെ. ആമീൻ. साधु से बेटा पे उसने बढ़ा पत्थर वो सीधे आने लगा उनके जिस्म पर। पड़ी मेरे सरकार की नजर, मेरी जाना मुझ पे भेजा हुआ कर खुदा कहे, रुकी जाना तू वहीं पे जो जादू बला कहे। ख्वाजा मुईनुद्दीन ने पत्थर तलब का कलीमे की एक उंगली पे पत्थर वो रुक गया। मेरे ख्वाजा का करम है, सब मेरे ख्वाजा का करम है, तो ख्वाजा का करम है। आपसे आपकी निस्बत का सहारा लेकर क्या से क्या हो गया मैं नाम तुम्हारा लेकर। तेरी घर जान क्या
सोनीचे करो करबला में तेरी खुद खुशहाली ने सजदे में सर कटाया मोहम्मद के लाल ने सजदे में सर कटाया मोहम्मद के लाल ने जिंदगी बख्शी दी बंदगी को आबरू जिनने हकी बचाई बचाई आबरू जिनने हकी बचाई मोहम्मद का प्यारा नवासा ओ मोहम्मद का प्यारा नवासा दर्शन सजदे में गर्दन कटाई बोली मेरी या मोहम्मदी तुझे करीना ഓക്കെ ആണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. ഒരു ബോഗിയിൽ ആരുമില്ല.